നമസ്കാരം. നമ്മൾ മാറ്റിനിയുടെ ഫിലിം ബൈ അതിൻ്റെ ഒരു പുതിയ ഒരു എപ്പിസോഡ് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ആൾ ഏകദേശം ഞാനുമായിട്ടൊക്കെ ഒരു ബന്ധമുള്ള ഒരാളാണ് എന്നുള്ളതിലൊരു, അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം ഒരു ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആ ഡയറക്ടറെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ മറ്റാരുമല്ല, വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എബി എബ്രഹാം എന്നാണ്. ഇപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ഭയങ്കര ഹിറ്റായിട്ടോ സിനിമകൾ തിയേറ്ററുകളിൽ ഒരു ആഘോഷമായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വന്ന ഒരു വഴിയെപ്പറ്റിയും ഒക്കെ ഒന്ന് സംസാരിക്കണമെന്ന്. വൈശാഖ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്, കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്, കല്യോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കല്യോട്ട് ഈ സ്ഥലത്തെപ്പറ്റി പറയുമ്പോൾ എനിക്ക് കുറച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും, കാരണം ഞാനും ഒരു കാഞ്ഞങ്ങാടുകാരനാണ്. കല്യോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കണ്ണൂർ തൊട്ട് കോഴിക്കോട് തൊട്ട് അങ്ങോട്ട് മലബാറിൻ്റെ ഒരു മേഖല പൂർണ്ണമായിട്ടും കുടിയേറ്റ മേഖലയായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള രീതിയിലാണെങ്കിലും മറ്റുള്ള സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ വെച്ചിട്ട് വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ടാറിട്ടാത്ത റോഡുകളും ആ റോഡുകളിൽ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ മുട്ടോളം ചെളിയിൽ താന്നു പോവുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. സ്കൂളുകളിലേക്ക് കിലോമീറ്ററുകളോളം നടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ കാര്യമായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. അപ്പോൾ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഡയറക്ടർ സിനിമാ മോഹമായിട്ട് വന്ന് സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ പ്രൊഫഷണലുകളൊന്നും അവിടെ നിന്ന് ആ ഒരു 90s-ലോ 2000 കാലഘട്ടങ്ങളിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഒരു ഡോക്ടറെ നമ്മൾ കാണുന്ന ഒരു ആശുപത്രി പോകുമ്പോൾ മാത്രം, അല്ലാതെ നമ്മുടെ വീടിൻ്റെ ചുറ്റുകളിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊരു ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം. കൂടുതൽ കർഷകരാണ്. കർഷകർ മലയും കാടും ഒക്കെ പോയി അത് മൃഗങ്ങളോടും കാലാവസ്ഥകളോടൊക്കെ മല്ലിട്ട് ആ ഒരു സാഹചര്യങ്ങളിൽ കൃഷിക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സിനിമ എന്ന് പറയുന്നത് മറ്റെവിടെയോ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെയുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളവർക്ക് തോന്നിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇറങ്ങിപ്പോകാനോ അതിനുള്ള പരിചയങ്ങളോ എന്താണ് സിനിമ എന്നോ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നോ ഒന്നും ഒരു വിധത്തിലുമുള്ള ഒരു അറിവും ഉണ്ടാവാൻ സാധ്യതയില്ല അവിടെയുള്ളവർക്ക്. പിന്നെ കൂടുതലായിട്ടും ടെക്നിക്കൽ കാര്യങ്ങളെപ്പറ്റി യാതൊരു നോളജും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ആകെ അറിയാവുന്നത് അഭിനയം എന്ന് പറയുന്ന സിനിമയുടെ അഭിനയം. അപ്പോൾ അഭിനയമാണല്ലോ നമ്മൾ കാണുന്നത്, അല്ല സിനിമയിലെ ആക്ടേഴ്സിനാണല്ലോ കാണുന്നത്. അതൊക്കെ തന്നെ ആയിരിക്കും ആഗ്രഹങ്ങൾ. സ്വാഭാവികമായിട്ടും എബി എബ്രഹാമും സിനിമയിൽ അഭിനയിക്കണമെന്ന സ്വപ്നമായിട്ട് തന്നെയാണ് കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടാവുക. അദ്ദേഹം പിന്നീട് സൂര്യയിലെ പൊൻപുലരി എന്ന് പറയുന്ന ആ പരിപാടിയിൽ ആങ്കറായിട്ടാണ് തുടങ്ങുന്നത്. പിന്നീട് അവിടെയുള്ള 1-2 പ്രോഗ്രാമുകളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തുടങ്ങി. പിന്നീട് അവിടെ വന്നിട്ടുള്ള ജോണി ആൻ്റണിയൊക്കെ ആയിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തെ CID മൂസ എന്ന് പറയുന്ന സിനിമയിലേക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് മാറ്റുന്നത്. ഒരുപക്ഷെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊരു നടനാവാം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും അദ്ദേഹം തുടങ്ങിയത്. പിന്നീട് ജോണി ആൻ്റണിയുടെ കൂടെ തുറുപ്പുകുലാൻ, അങ്ങനെ സിനിമകൾ, അതൊക്കെയാണ് മമ്മൂട്ടിയായിട്ടുള്ള പരിചയം ഉണ്ടാവുന്നത്. പിന്നീട് ജോഷി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആവുന്നു 2020 പോലെയുള്ള സിനിമകളിൽ. പിന്നീട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ വളരെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ സ്വന്തമായിട്ടൊരു സിനിമ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭ പരിപാടികളൊക്കെ കഴിഞ്ഞ് സിനിമ ഏതാണ്ട് ഓണായി അതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയത്ത് അവിചാരിതമായി അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർ ഈ സിനിമയിൽ നിന്ന് പിന്മാറുന്നു. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രഷനിലേക്ക് വൈശാഖ് കടന്നു പോകുന്നു. കാരണം നമ്മൾ അറിയാം, നമുക്ക് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിൽ നിന്നൊരു ഡയറക്ടറിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. കാരണം അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിത കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണം നമുക്ക് കിട്ടും. പക്ഷേ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൽ നിന്ന് ഡയറക്ടറിലേക്കുള്ളൊരു യാത്രയിൽ നമുക്ക് ഒരു വലിയൊരു സ്ട്രഗ്ലിംഗ് പീരീഡുണ്ട്. നമുക്ക് അതിനുള്ള ഈ പറയുന്ന പൈസയും കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന ഒരു സമയം നമുക്കുണ്ട്. അതൊരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യിക്കണം, ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തടുത്ത് കൺവിൻസ് ചെയ്യിക്കണം, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ക്രൂ ആൾക്കാർ വരണം എന്നൊക്കെ പറയുന്ന ഒരു സമയം. അപ്പോൾ നമുക്കൊരു
പടത്തിനൊരു അഡ്വാൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഒരു വലിയ കാലഘട്ടം, ചിലപ്പോൾ 2-3 വർഷത്തിൻ്റെ വലിയൊരു കാലഘട്ടമുണ്ട്. ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കടന്നു പോകണം. സോ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ പ്രൊഡ്യൂസറുടെ അടുത്തുനിന്ന് ഈ സിനിമ നടക്കില്ല എന്ന് അറിഞ്ഞ് വളരെ നിരാശനായിട്ട് കാഞ്ഞങ്ങാടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ നടന്നു പോകുന്ന വൈശാഖിൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല എന്നുള്ളതാണ് സത്യം. തുടർന്ന് അദ്ദേഹം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ തല കറങ്ങി അദ്ദേഹം ഒരു ഓടയുടെ സൈഡിൽ വീഴുന്നു. അതിൽ പോയവരെല്ലാം ഒരു ചെറുപ്പക്കാരൻ വെള്ളമടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഓടയുടെ സൈഡിൽ വീണ് കിടക്കുന്നു എന്ന് വിചാരത്തിൽ മൈൻഡ് പോലും ചെയ്യാതെ കടന്നു പോകുന്നു. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഒരാൾ അവിടെ വീണ് കിടന്നാൽ, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ വീണ് കിടക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ. പിന്നീട് കുറേ നേരം കഴിഞ്ഞ് ബോധം തിരിച്ചു വരുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോയി. ഇപ്പം ഈ നമ്മളെ സംബന്ധിച്ച് കാഞ്ഞങ്ങാട് ഭാഗത്തേക്കൊക്കെ 2 ട്രെയിനുകളാണുള്ളത്. ഒന്ന് പകലുള്ള ഒരു പരശുരാമ എക്സ്പ്രസ് ഉണ്ട്, പിന്നെ ഒരു മാവേലി അല്ലെങ്കിൽ മലബാർ. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന മലബാറാണ്. അപ്പോൾ മലബാർ എക്സ്പ്രസ് പിടിച്ച് അദ്ദേഹം കാഞ്ഞങ്ങാടേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പക്ഷേ അച്ഛന് ഇവിടെയൊക്കെ പറഞ്ഞാൽ പൈസയൊക്കെ കിട്ടുമായിരിക്കാം, പക്ഷേ എന്തോ അദ്ദേഹത്തിന് അത് തോന്നിയില്ല. അപ്പം ദിവസങ്ങൾ 2-3 ദിവസം ഭക്ഷണം കഴിക്കാതെ പിന്നെ ഈ ടെൻഷനും എല്ലാമായിട്ട് സിനിമ നിന്ന് പോവുകയാണെന്നുള്ള ടെൻഷനൊക്കെ ആയിട്ട് അദ്ദേഹം നടന്നു പോയപ്പോൾ വീണതായിരിക്കാം. ഒരു ചെറിയ സംഭവമല്ല. പിന്നീട് സിനിമ വേണ്ട എന്ന് തീരുമാനിച്ച് അദ്ദേഹം ഗൾഫിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് തൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലമുണ്ട്, റാണിപുരം എന്നാണ്, അവിടെ മാനി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വരെ വളരെ ശാന്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയുമൊക്കെ ഉള്ള അവിടെ നിന്ന് ഒരു 500 മീറ്റർ അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കോടയും കാര്യങ്ങളും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്, പുൽമേടുകളൊക്കെ ആയിട്ടുള്ള ആ സ്ഥലമാണ് ഈ റാണിപുരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടത്തേക്ക് ഭാര്യയായിട്ട് ഹണിമൂണിന് യാത്രയാകുന്ന വൈശാഖിന് പെട്ടെന്നൊരു കോള് വരുന്നു, ഉദയകൃഷ്ണ CBK തോമസിൻ്റെ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പോക്കിരി രാജ എന്ന് പറയുന്ന സിനിമയുടെ ആരംഭം. എന്തോ ഇത്രയും സ്ട്രഗിളൊക്കെ ചെയ്തുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ വലിയൊരു ബഡ്ജറ്റിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും 2 സൂപ്പർ താരങ്ങളെ വെച്ചിട്ട് ഒരു വലിയ സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. ആ സിനിമ ഒരു വലിയ ഹിറ്റായിരുന്നു. പിന്നീട് വൈശാഖിൻ്റെ ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ആക്ഷൻ സിനിമകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം ജോഷി സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാവാം അങ്ങനെ ഒരു ജോണർ ഓഫ് സിനിമാസിന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, ഇപ്പോൾ മല്ലു സിംഗും ഒക്കെ ആണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു സിനിമ ചെയ്തു, വിശുദ്ധൻ എന്ന് പറയുന്ന സിനിമ. എന്താ പറയുക, ഒരു ഡയറക്ടർ തൻ്റെ ഒരു മനസ്സിലുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്നൊരു സംതൃപ്തിയുണ്ട്. അപ്പോൾ വളരെ ഒരു മെച്യൂറായിട്ടുള്ള ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ വളരെ നല്ലൊരു കഥ എടുത്തിട്ട് ഒരു ഭയങ്കര നല്ലൊരു സിനിമ അദ്ദേഹം ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ സിനിമ മലയാളികൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു പക്ഷേ വൈശാഖിൽ നിന്ന് അങ്ങനത്തെ ഒരു സിനിമ പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അത് വളരെ ഇമോഷൻസ് ഉള്ള ഒരു നല്ല കഥ പറയുന്ന ഒരു നല്ല സിനിമയായിരുന്നു വിശുദ്ധൻ. ആ വിശുദ്ധൻ്റെ ഒരു പക്ഷേ പരാജയമായിരിക്കാം അദ്ദേഹം വീണ്ടും ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വരുന്നു, ഇങ്ങനത്തെ സിനിമകളല്ല ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതല്ല എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന സിനിമ ചെയ്തിട്ട് കാര്യമില്ല, അതെൻ്റെ സംതൃപ്തിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കാം വീണ്ടും അദ്ദേഹം പുലിമുരുകൻ പോലെയുള്ള സിനിമകളിലേക്ക് വന്നു. പുലിമുരുകൻ്റെ ഇടയിലും ഒരുപാട് സ്ട്രഗ്ലിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലും അദ്ദേഹവും കൂടെ കിടക്കുന്ന സമയത്ത് വൈശാഖ് ഭയങ്കര ദുഃഖിതനായിട്ട് ഇത് സിനിമ പൂർത്തിയായി കഴിഞ്ഞാൽ ഇത് വിജയിച്ചില്ലെങ്കിലത്തെ അവസ്ഥ, കാരണം അതുവരെ മലയാള സിനിമയിൽ ഉണ്ടാവാത്ത ഒരു പരീക്ഷണം പോലെ എടുത്ത സിനിമ, നമ്മുടെ പീറ്റർ ഹെയ്നെ വെച്ചിട്ട് ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫൈറ്റിംഗ് സീനുകളൊക്കെ വെച്ചിട്ട് വലിയൊരു ബഡ്ജറ്റിൽ ആ ഒരു സിനിമ ചെയ്യുകയാണ്. അപ്പം മോഹൻലാൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഒരു കരിയറിൽ ഞാൻ എത്രത്തോളം ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ഇത് ഒരു വലിയ ഹിറ്റാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയ പരാജയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ വളരെ ഇതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് മുന്നോട്ട് പോവുക, ഇത് വിജയിക്കും, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ധൈര്യം അദ്ദേഹം കൊടുത്ത് അങ്ങനെയാണ് ആ സിനിമ പൂർത്തിയാകുന്നത്. എന്തുകൊണ്ടോ
മലയാള സിനിമയിൽ അതുവരെ ഉണ്ടായിരുന്നുള്ള കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ആ സിനിമ വലിയൊരു ഹിറ്റാവുന്നു. ഈ പുലിമുരുകനെ പറ്റി പറയുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട്, നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നു, നമുക്ക് ഹിറ്റാവുന്നു, മറ്റുള്ളവരെ പറ്റി നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു. ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഈ ക്ലാസ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രെയിമുകളെയൊക്കെ വെച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഈ പുലിമുരുകൻ്റെ ട്രെയിലർ ഇട്ടു. ഈ പുലിമുരുകൻ്റെ ട്രെയിലർ ഇടുന്ന സമയത്ത് കുട്ടികളുടെ ഉള്ളിൽ നിന്നൊരു ആരവം വരുന്നത് ഞാൻ ഭയങ്കര അത്ഭുതത്തോടെയാണ് കണ്ടത്. കാരണം ചെറിയ കുട്ടികൾക്ക് വരെ അവരുടെ ഹൃദയത്തിൽ പുലിമുരുകൻ എന്ന് പറയുന്ന കഥാപാത്രം അത്രത്തോളം ആഴത്തിലിറങ്ങുകയും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അത്രത്തോളം കയ്യടി, പിള്ളേർ ഭയങ്കര ആവേശത്തിൽ ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അപ്പം ഇത്രത്തോളമൊക്കെ ആ കഥാപാത്രങ്ങളെ ഒക്കെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് വരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വൈശാഖ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഒരു മികച്ച ഒരു കഴിവ് തന്നെയാണ്. പിന്നെ എന്തായാലും ഒരു ആക്ഷൻ സിനിമകളുടെ ഒരു വക്താവായിട്ട് തന്നെ അദ്ദേഹം മാറി. അതിൻ്റെ ഇടയ്ക്ക് ഒരു നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റിൽ. പക്ഷേ അതും ഈ പറയുന്ന ഒരു ത്രില്ലർ മൂഡിലാണെങ്കിലും ഒരു ആക്ഷൻ ഫിലിം അല്ലാത്തതുകൊണ്ടും ഒരു കൊറോണ സമയത്ത് ഇറങ്ങിയ സിനിമ ആയതുകൊണ്ടാവാം വലിയ ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ജോണർ അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ആക്ഷൻ സിനിമകളിൽ തന്നെയാണ്. അദ്ദേഹം ചെയ്ത സിനിമകളിലെല്ലാം ആക്ഷൻ നന്നായിരുന്നു, ഒരു ഇമോഷൻസും നന്നായിട്ട് വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. സോ ഒരു നല്ല ഡയറക്ടർ ആണ് എന്ന് കൂടെ തെളിയിച്ചുകൊണ്ട് തൻ്റെ കരിയറിൽ ആക്ഷൻ സിനിമകൾ ചെയ്തു പോകുന്ന ഒരു ഡയറക്ടറാണ് ശ്രീ വൈശാഖ്. അപ്പം എബി എബ്രഹാമിൽ നിന്നും വൈശാഖിലേക്കുള്ള ഒരു യാത്രയും അതിൽ നിന്നൊരു വിജയവും. എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് സിനിമകൾ, ഇപ്പം പുലിമുരുകനാണെങ്കിലും മല്ലു സിംഗ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഭയങ്കര രസമായിട്ട് നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കുന്ന രസമുള്ള കുറച്ച് സിറ്റുവേഷൻസും കഥകളുമൊക്കെ നിറഞ്ഞിട്ടുള്ള സിനിമകൾ, സീനിയേഴ്സ് അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഒരുപക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമകളാണ്. എന്തായാലും വൈശാഖിൻ്റെ ഒരു ജീവിതം മുന്നോട്ട് പോയി ഒരു സക്സസ്ഫുൾ ഡയറക്ടറായിട്ട് അദ്ദേഹം മാറി. എന്തായാലും ഇനിയും ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് നൽകാൻ, ഒരുപാട് നല്ല ആക്ഷൻ സിനിമകൾ നൽകാൻ, ഒരുപാട് പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാനൊക്കെ വൈശാഖിന് കഴിയട്ടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിജയം എന്നെ പേഴ്സണലി ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. കാരണം എൻ്റെ ഒരു നാട്ടുകാരൻ വിജയിച്ച് നമ്മളുടെ മുമ്പിലൊരു ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നത് എപ്പോഴും നമ്മൾ മുന്നോട്ട് നയിക്കാൻ ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇനിയും ടർബോ ഒരു മികച്ച വിജയമായിട്ടുള്ളതുപോലെ ഇനിയും സിനിമകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു. നന്ദി. ആൻഡ് ഐ ആം സൈനിങ് ഓഫ്.